ജിമിനി മാരുതിയുടെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു കാറാണ് ഈ ഒരു ജിമിനി. ഇതിൻ്റെ മെഷർമെൻറ്റ് വരുമ്പോൾ ലെങ്ത് 3720 mm, വിഡ്ത്ത് 1645 mm, വീൽ ബേസ് 2590 mm, ഹൈറ്റ് 1720 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 210 mm. അടുത്തതായി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോ നോക്കണ്ടേ, നമ്മുടെ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ച് നല്ല രീതിയിൽ നമ്മൾ ഓഫ് റോഡൊക്കെ കൊണ്ടുപോയേ നമ്മുടെ വണ്ടിയൊക്കെ നല്ല രീതിയിൽ ചെളിയൊക്കെ ആയിട്ടിരിക്കുക. അതുകൊണ്ട് ഇന്റീരിയർ നല്ല നീറ്റ് ആയിരിക്കും. പക്ഷെ പുറത്ത് നോക്കാൻ പറ്റിയാലോ, 4x4 നമ്മളിപ്പം എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നല്ലേ. ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളിപ്പം കമ്പനിയിലാണെങ്കിൽ എല്ലാവരും തന്നെ ഉപയോഗിച്ചേ നല്ല രീതിയിൽ പൊടിയെന്ന് പറഞ്ഞു ഓടിച്ചിട്ട് കാറ് എങ്ങനെയുണ്ട്? ഓടിച്ചിട്ട് കാറെന്ന് പറയാൻ പറ്റുന്നില്ല. അത് നല്ലൊരു എന്നാ പറയുന്നേ, ഒരു ഓഫ് റോഡ് വെഹിക്കിൾ. അത്യാവശ്യം നമുക്ക് കാല് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി കാല് കൊടുക്കണ്ട. അത് കണ്ടോ, ഇതിപ്പോ വിത്തൗട്ട് ആണ് പോകുന്നത്. കണ്ടോ, വിത്തൗട്ട് ക്ലച്ച് ആക്സിലറേഷനിലാണ് പോകുന്നത്. ക്ലച്ചിൽ തന്നെ അത്യാവശ്യം നല്ല നിൽക്കുന്നുണ്ട്. അതെ. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള 4x4 വെഹിക്കിളിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ്റെനൻസ് എല്ലാം കുറവാണ് മാരുതിയുടെ വണ്ടിക്ക്. അപ്പൊ അങ്ങനെ നോക്കിയാലും ഒരു ഓഫ് റോഡ് സെഗ്മെന്റിൽ നമ്മുടെ വണ്ടിക്ക് മെയിൻ്റെനൻസ് കുറവാണ്. അപ്പൊ നമുക്ക് പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. എങ്ങനെ പോലെ ഇപ്പം ചെറിയൊരു ഓഫ് റോഡ് അല്ലെങ്കിൽ റേസോ അല്ലെങ്കിൽ ഓഫ് റോഡ് നമ്മളൊരു ക്രൈസിന്റെ പുറത്ത് പോയാലും നമ്മളത് സേഫാണ്, നമുക്ക് വലിയ കോസ്റ്റ് ആയിട്ട് വരുന്നില്ല. പക്ഷെ മെയിൻ്റെനൻസ് കുറവാണ്. മറ്റ് ഓഫ് റോഡ് വെഹിക്കിളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് നല്ല രീതിയിൽ കുറവാണ്. പിന്നെ ഇപ്പം താർ പോലെയുള്ള കുറച്ചുകൂടെ വലിയ വണ്ടി നോക്കുമ്പോഴത്തേനും നമുക്ക് വണ്ടി നമ്മുടെ പ്രൈസിലാണെങ്കിലും കുറച്ച് ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ യൂസും കാര്യങ്ങളെല്ലാം നടക്കുന്നുമുണ്ട്. ബ്രോ, കാർ എങ്ങനെ, ഇതിന്റെ എഞ്ചിൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ നമുക്ക് 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നമുക്ക് മൈലേജ് വരുമ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുപ്പിച്ചാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കൊരു 19-18 പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് നല്ലൊരു റൈഡിങ് എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ നല്ല രീതിയിലുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി, ഓഫ് റോഡ് വെഹിക്കിൾ ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം ഇതിനകത്തിരിക്കുമ്പോൾ ഒരു ഡിഫൻഡറിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടൊരു ഇൻറ്റീരിയർ ആണ്. നമുക്കിപ്പം കുറച്ചുകൂടെ റിലയബിൾ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. കുറച്ചുകൂടെ എൻജോയ് ചെയ്ത്, ഇപ്പം ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. നമുക്ക് ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് സാധാരണക്കാരനാണെങ്കിൽ പുള്ളിക്ക് യൂസ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ഏത് വഴി കൂടെയും, അല്ലെങ്കിൽ ഇപ്പം ട്രാക്കിലാണെങ്കിലും ഓൺ ദ റോഡിലാണെങ്കിലും നല്ല രീതിയിൽ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. സ്റ്റിയറിംഗിൽ അതിന്റെ കൺട്രോൾ ഒക്കെ വരുന്നുണ്ടല്ലേ? സ്റ്റിയറിംഗ് നമുക്കിത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിയറിംഗിൽ ഫുൾ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം വലിയ ഏറ്റവും സ്പെഷ്യൽ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്, ഇതാണ് നമ്മുടെ 4 വീൽ ഡ്രൈവിൻ്റെ നമ്മുടെ ലിവർ വരുന്നത്. നമുക്കിത് ഫസ്റ്റ് ആക്കിയിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾ വീൽ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും മെല്ല് വരുമ്പോഴത്തേനും നമുക്ക് റിവേഴ്സും കിട്ടും അതിൽ പ്രസ് ചെയ്തിട്ടിടുമ്പോൾ. ബ്രോ, അപ്പോൾ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഇതിൽ റേറ്റ് വരുമ്പോഴത്തേക്കും നമുക്കിപ്പം സീറ്റർ വേരിയന്റ് ആണെങ്കിൽ നമുക്കൊരു 1499 വരും. ഫുൾ ഓപ്ഷൻ വരാൻ നേരത്ത് നമുക്ക് 16-11 വരും. ഏകദേശം ഒരു 1 ലാഖിന്റെ ഡിഫറൻസ് വരുന്നുണ്ടല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് ജിമിനി. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കുക, അതിലൊന്ന് ബന്ധപ്പെടുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നതൊന്ന് കമൻ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.